Hello students, welcome to X and Y Learning. IOQM 2021 previous year questions are ചെയ്തുകൊണ്ടിരിക്കുന്നത്. Next question ലേക്ക് പോകാം. A 5-digit number in base 10 has digit k, k plus 1, k plus 2, 3k, k plus 3 in that order from left to right. If this number is m square, then some natural number m, find the sum of digits of m. So question തന്നിട്ടുണ്ട് ഒരു 5 digits number ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓരോ പ്ലേസിലെ നമ്പർ തന്നിട്ടുണ്ട്. കെ കെ പ്ലസ് 1, കെ പ്ലസ് 2, 3k, കെ പ്ലസ് 3. ഇതിലെ ഈ നമ്പേഴ്സ് എല്ലാം ഓരോ ഡിജിറ്റാണ് എന്ന് തന്നിട്ടുണ്ട്. മാക്സിമം വാല്യൂ ഒരു ഡിജിറ്റിലെ ഒരു പ്ലേസിലെ ഡിജിറ്റിൻ്റെ മാക്സിമം വാല്യൂ 9 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ വാല്യൂ ആവാൻ സാധ്യതയുള്ളത് ഈ ഒരു 3k ആണ്. സോ നമുക്കിങ്ങനെ എഴുതാം, 3kയുടെ മാക്സിമം വാല്യൂ 9 ആണെന്ന്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ കെൻ്റെ മാക്സിമം വാല്യൂ 3. കെ ഒരിക്കലും 0 ആവില്ല. എന്തുകൊണ്ടാ? 0 വന്നാൽ ഈ ഒരു നമ്പർ ഒരു 4 ഡിജിറ്റ് നമ്പർ ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ കേക്ക് 1, 2, 3 ഇങ്ങനെ 3 വാല്യൂസ് ആണ് സ്വീകരിക്കാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം കേക്ക് ഓരോ വാല്യൂസ് കൊടുക്കുമ്പോഴും ഏത് നമ്പറാണ് കിട്ടുന്നതെന്ന്. ഫസ്റ്റ് കേസ് കേക്ക് 1 എന്ന വാല്യൂ ആണ് കൊടുക്കുന്നത്. സോ നമ്മുടെ എം സ്ക്വയർ k plus 1, k plus 2, 3k, k plus 4 ആയിരിക്കും. നെക്സ്റ്റ് കേസ് 2, k ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ നമ്മുടെ ഡിജിറ്റ് എത്ര ആയിരിക്കും? k plus 1, k plus 2, 3k, k plus 3. മൂന്നാമത്തെ കേസ് k ഈക്വൽ ടു 3 ആണെങ്കിൽ നമ്മുടെ നമ്പർ എം സ്ക്വയർ ഈസ് ഈക്വൽ ടു k പ്ലസ് 1, k പ്ലസ് 2, 3k, k പ്ലസ് 3. 3, 4, 5, 9, 6. ഓക്കെ, ഇനി നമുക്ക് ഇതിലേതാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് ചെക്ക് ചെയ്യാം. ഈ രണ്ടാമത്തെ കേസ് നോക്കൂ. ഇവിടെ നമ്മുടെ എം സ്ക്വയർ ഈസ് ഈക്വൽ ടു 2, 3, 4, 6, 5 എന്നാണ് കേക്ക് 2 കൊടുക്കുമ്പോൾ കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം ഏതൊരു നമ്പറും ഏതൊരു പെർഫെക്റ്റ് സ്ക്വയറും 5ൽ അവസാനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഡിജിറ്റ് 2 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 5ൻ്റെ സ്ക്വയർ 25. ഓക്കെ, ഈ ഒരു കേസിൽ 65ലാണ് നമ്പർ അവസാനിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചിട്ട് പറയാം ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന്. ഓക്കെ, ബാക്കിയുള്ള 2 നമ്പർ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേ എന്ന് നോക്കുന്നത് ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് നമ്പർ 1, 2, 3, 3, 4. ലോങ് ഡിവിഷൻ മെത്തേഡിൽ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ നമ്പേഴ്സിനെ ഗ്രൂപ്പായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. 3ഉം 4 ഒരു ഗ്രൂപ്പ്, 2ഉം 3 ഒരു ഗ്രൂപ്പ്, 1ൻ്റെ താഴെയുള്ള ഏറ്റവും പെർഫെക്റ്റ് സ്ക്വയർ 1 താഴെ മേലെ എഴുതിയെന്ന് 1 - 1 0 2 നമ്പർ താഴേക്കെടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സൈഡിൽ നമ്മൾ എഴുതേണ്ട നമ്പർ ഇവിടെയുള്ള നമ്പേഴ്സിൻ്റെ ഡബിൾ ആയിരിക്കും. 1ൻ്റെ ഡബിൾ 2. ഇനി ഇവിടെ ഒരു സംഖ്യ നമുക്ക് എഴുതണം. ആ സംഖ്യ ഇവിടെയും എഴുതണം. ഇവിടെ എഴുതേണ്ട 2 സംഖ്യ ഈക്വൽ ആയിരിക്കണം. ആൻഡ് ഇവിടെ എഴുതിയിരിക്കുന്ന ഡിജിറ്റായിട്ട് ഈ മൊത്തം സംഖ്യയെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ എഴുതുന്നത്. ഒന്നോ 1 ആണ് ഞാൻ ഇവിടെ എഴുതുന്നത്. 1 × 21, 21. ഓക്കെ, 23 - 1, 2. ലാസ്റ്റ് 2 ഡിജിറ്റ്സ്
താഴേക്ക് എഴുതുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ എഴുതുന്ന നമ്പർ എത്ര ആയിരിക്കും? 11ന്റെ ഡബിൾ 22. ഓക്കെ, നെക്സ്റ്റ് ഡിജിറ്റ് ഞാൻ 1 തന്നെയാണ് ഇവിടെ എഴുതുന്നത്. 22 2 to 1 into 1 2 to 1. ഓക്കെ, ഇതൊരിക്കലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഓക്കെ, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എമ്മിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത് 111 പോയിൻറ്റ് സംതിങ് ആയിരിക്കും. സോ ഈ ഒരു കേസിലും ഇറ്റ്സ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് കേസിലേക്ക് നമുക്ക് പോവാം. So the number is 34596. 34596 ഗ്രൂപ്പ് ചെയ്യുന്നു. 3ൻ്റെ മുന്നേയുള്ള പെർഫെക്റ്റ് സ്ക്വയർ 1 ആണ്. 1 3 - 1 2. രണ്ട് നമ്പേഴ്സ് ഡിലീറ്റ് ചെയ്തെന്ന്. 1ൻ്റെ ഡബിൾ 2. നെക്സ്റ്റ് ഞാൻ എഴുതാൻ പോകുന്ന നമ്പർ 8 ആണ്. 8 × 8 64. 4 2 8 are 16. 16 plus 6 22. 1 2 2 ഡിജിറ്റ്സ് താഴേക്കെടുത്ത് എഴുതുന്നു. നെക്സ്റ്റ് ഞാൻ എഴുതാൻ പോകുന്നത് ഇതിന് മുന്നേ 18ൻ്റെ ഡബിൾ 36. ഞാൻ എഴുതാൻ പോകുന്ന നമ്പർ 6 ആണ്. ഓക്കെ, 6 × 6 36. Again 6 × 6 36. 36 plus 3 9. Again 3 6 are 18. 18 plus 3 21. സോ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതായത് 2 3 4 5 9 6 എന്ന് പറഞ്ഞത് 186 സ്ക്വയർ ആണ്. സോ ഇവിടെ കിട്ടിയിട്ടുണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു 186 സ്ക്വയർ. സോ എമ്മിൻ്റെ വാല്യൂ 186 എന്ന് കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എം. എമ്മിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മ് കാണാനാണ്. 1 + 8 + 6 വിച്ച് ഈസ് ഈക്വൽ ടു 50 ആണ് ആൻസർ.